سيدنا ومولانا محمد അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. റമളാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുമാരായിരിക്കും. ആ 3 വിഭാഗത്തിനെ കുറിച്ചിട്ട് ചെറിയ ഒരു അവതരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു. 3ാമത്തെ വിഭാഗമാണ് സാബിഖീങ്ങൾ. ആ സാബിഖീങ്ങൾ ഉലൈക്കൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ളവരാണ്. ഫീ ജന്നാത്തിൻ നഈം, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിലാണ് അവർ. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ, അവർ ഔവ്വലീങ്ങളിൽ മുൻഗാമികളിൽ വലിയ ഒരു വിഭാഗം ഉണ്ടാകും. അതേ സമയത്ത് വഖലീലും മിനൽ ആഖിരീൻ, അവസാന സമയത്ത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ സാബിഖീങ്ങൾ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ഒരു നിലയ്ക്ക് 3 വിഭാഗത്തിനെ കുറിച്ച് നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. ഇനി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ 3 വിഭാഗത്തിനേക്ക് അല്ലാഹു തആല നാളെ പാരത്രിക ലോകത്ത് കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്. അതിൽ ഒന്നാമത് പറയുന്നു സാബിഖീങ്ങൾ, അവർ പാരത്രിക ലോകത്ത് എവിടെയാണ്? അലാ സുറുരിൻ മൗളൂന, അവർ സ്വർണം കൊണ്ട് ഗ്യാപ്പ് വിടാതെ തുന്നപ്പെട്ട നെയ്തുണ്ടാക്കിയ കട്ടിലിന്റെ മേലെയാണ്. ഗ്യാപ്പുകൾ അടുപ്പിച്ച സ്വർണ്ണ നൂലുകളെ കൊണ്ടിട്ട് തുന്നപ്പെട്ട കട്ടിലിന്റെ മേലെയാണ് അവർ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഗ്യാപ്പുകൾ ഇടപെടാതെ അടുപ്പിച്ച് സ്വർണ്ണ നൂലുകൊണ്ട് തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലാണ്, കട്ടിലിന്റെ മേലെയാണ്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ സ്വർണ്ണ നൂല് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട കട്ടിലിന്റെ മേലെ പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ടവർ ചാരിയിരിക്കുകയാണ്. മനസ്സിലാക്കണം, അല്ലാഹുവേ, ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ സ്വർണ്ണ നൂല് കൊണ്ട് നെയ്തുണ്ടാക്കിയ കട്ടിലിന്റെ മേലെ മുഖാമുഖം നോക്കിക്കൊണ്ട് അവർ ചാരിയിരിക്കുകയാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി കുട്ടിപ്രായം വിടാത്ത ചെറിയ ചെറിയ മക്കള് അവരെ ചുറ്റുകയാണ്. മനസ്സിലായ? വിശദീകരിച്ച് പിന്നെ പറഞ്ഞു, ഓരോ ആയത്തിൽ വിശദീകരിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, കുട്ടിപ്രായം വിടാത്ത ചെറിയ ചെറിയ മക്കള് അവരെ ചുറ്റുകയാണ്. എന്തുമായിട്ട്? ബി അക്വാബിൻ വ അബാരിഖ വ കഅസിം മിൻ മഈൻ, ജപനപാത്രങ്ങളുമായിട്ട്, ജഗ്ഗുകളായിട്ട്, കല്ല് നിറച്ച ഗ്ലാസുമായിട്ട് അവരവർ ചുറ്റുകയാണ്. ആ സ്വർഗനിവാസികളെ സാബിഖീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവരെ കയ്യിലാ ചെറിയ മക്കളെ കയ്യില് ജബനകളുണ്ട്, ജഗ്ഗുകളുണ്ട്, കല്ല് നിറച്ച ഗ്ലാസുകളുണ്ട്. ദുനിയാവിന്റെ കല്ലല്ല. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ആ കല്ല് കുടിച്ചത് കൊണ്ട് തലകരക്കമില്ല. ലാ യുസദ്ദഊന അൻഹാ, ആ കല്ല് യൂസാക്കിയത് കൊണ്ട്, സ്വർഗത്തിൽ കുടിച്ചത് കൊണ്ട് അവനിക്ക് തലകരക്കം ഉണ്ടാകുമോ? ഇല്ല. വലാ യുൻസിഫൂൻ, ആ കല്ല് കുടിച്ചത് കൊണ്ട് മസ്തുണ്ടാകുമോ? അതും ഇല്ല. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പിന്നെ പറയാം. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ ഏത് പഴമാണ് ചോയ്സ് ആക്കി എടുക്കുന്നത്, ഏത് പഴമാണ് അവർക്ക് വേണ്ടത്, ആ ഫ്രൂട്ട്സുകളെല്ലാം സ്വർഗത്തിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ സാബിഖീങ്ങള് ആ സ്വർഗത്തിൽ കടന്നാൽ അവർ ഇഷ്ടപ്പെടുന്ന ഏത് കാലത്തും ലഭിക്കുന്ന, എല്ലാ കാലത്തും ലഭിക്കുന്ന പഴങ്ങൾ അവിടെയുണ്ട്. വല്ലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്.
കോഴി മാംസം വേണോ കോഴി മാംസമുണ്ട്, കാട വേണോ കാടയുണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്? ആ സ്വർഗത്തിൽ കടന്ന സാബിക്കങ്ങൾക്ക് ഏതാണോ വേണ്ടത്? വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവർ ആശിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന പക്ഷി മാംസങ്ങൾ അവിടെയുണ്ട്. ഏത് പക്ഷിന്റെ മാംസമാണ് വേണ്ടത് അത് അല്ലാഹു തആല അവിടെ കൊടുക്കുന്നുണ്ട്. വഹൂറുൻ ഐൻ, സ്വർഗീയ തരുണമണികളായ സ്ത്രീകൾ അവിടെയുണ്ട്. സ്വർഗീയ ഹൂറുൽ ഐനികളായ സ്ത്രീകളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിയുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്വർഗീയ തരുണമണികൾ അവിടെയുണ്ട്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഇത്രയും നിഅമത്തുകളെ ദുനിയാവിൽ അവർ അധ്വാനിച്ചതിന്റെ പകരമായി, ദുനിയാവിൽ ഇബാദത്ത് ചെയ്തതിന്റെ പകരമായി പ്രതിഫലമായി അല്ലാഹു നൽകുകയാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, ആ സ്വർഗത്തിലെ ഒരു അനാവശ്യം കേൾക്കുകയില്ല, ഒരു വേണ്ടാത്തൊരു സൗണ്ട് ആ സ്വർഗത്തിൽ കടന്നാൽ കേൾക്കുകയില്ല. അനാവശ്യം അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് വേണ്ടാത്തത് പറയുന്നത് ഒന്നും ആ സ്വർഗത്തിൽ കേൾക്കുകയില്ല. പിന്നെയോ കേൾക്കുന്നത് ഇല്ലാ ഖീലം സലാമം സലാമാ, അവിടെ വെച്ച് കേൾക്കുന്നത് ആ സലാം മാത്രമാണ്. ശാന്തിയുടെയും മാന്യതയുടെയും ശാന്തിയുടെയും ആ ധ്വനികൾ മാത്രമേ ആ സ്വർഗത്തിൽ കേൾക്കുകയുള്ളൂ. ഒരു അനാവശ്യം, ഒരു വേണ്ടാത്തത് ആ സ്വർഗത്തിൽ കേൾക്കുകയില്ല. ഇല്ലാ ഖീലം സലാമം സലാമാ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ മന്ദിരം, ആ സൗണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അത് മാത്രമാണ് കേൾക്കുന്നത്. അതാണ് സാബിഖീങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, സ്വർഗത്തിൽ ഇത്രമേ ഉള്ളതാ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളതാ? അല്ല. ഖുർആനിൽ തന്നെ സ്വർഗത്തിന്റെ പൂർണ്ണതയെ കുറിച്ച് വിവരിച്ചിട്ട് തന്നിട്ടില്ല. ഒരു സാമ്പിൾ മാത്രം. നമുക്കൊന്നു ആ സ്വർഗത്തിനെ കുറിച്ച് ഒരു സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ സ്വർഗത്തിന്റെ നിഅമത്തിന്റെ പൂർണ്ണമായ ചിത്രം ഖുർആൻ എവിടെയും പറഞ്ഞു തന്നിട്ടില്ല. ഒരു സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഫീഹാ മാ ലാ ഐനുൻ റഅത്, ആ സ്വർഗത്തിലുണ്ട് ഒരു കണ്ണുകൊണ്ടും കാണാത്ത അനുഗ്രഹങ്ങള്. മനുഷ്യ കണ്ണുകൊണ്ട്, ജിന്നുകളെ കണ്ണുകൊണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കണ്ണുകൊണ്ട് കാണാത്ത എത്രയോ എത്രയോ നിഅമത്തുകളാണ് ആ സ്വർഗത്തിലുള്ളത്. വലാ ഉസുനുൻ സമിഅത്, ഒരു കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കാത്തത്, ഒരു കാതുകൊണ്ട് ഇന്നുവരേക്കും കേൾക്കാത്ത നിഅമത്താണ് ആ സ്വർഗത്തിലുള്ളത്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ നിഅമത്തുകളാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ സ്വർഗത്തിന്റെ പൂർണ്ണമായ ചിത്രം ഖുർആൻ അല്ലാഹു എവിടെയും പറഞ്ഞിട്ടില്ല. അത് സ്വർഗത്തിൽ എത്തണം. അവിടെ എത്തിയാൽ മാത്രമേ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അവർ അതാ സുറുരി മൗലൂന, അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. എന്താണ് അലാ സുറുരി മൗലൂന? ഗ്യാപ്പുകൾ വിടാതെ, ഇടകൾ വിടാത്ത കട്ടിലിന്റെ മേലെ. എങ്ങനത്തെ കട്ടില്? മൗലൂന, പൊന്നിന്റെ നൂലുകൊണ്ട്, പൊന്ന് മാത്രം കൊണ്ട്, പൊന്നിന്റെ നൂലുകൊണ്ട് അതാ തുന്നപ്പെട്ടത്. മാത്രമല്ല മുത്തുകളെ കൊണ്ടും യാക്കൂത്തുകളെ കൊണ്ടിട്ടും രത്നങ്ങളെ കൊണ്ട് അവിടെ പിടിപ്പിച്ചു വെച്ച ആ പൊന്നുകൊണ്ട് മുറക്കപ്പെട്ട തുന്നപ്പെട്ട സ്വർഗത്തിലാണ് അവർ. പൊന്നെന്ന് പറയുമ്പോ അതാ ഗ്യാപ്പുകൾ വിടാതെ എന്തിനാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുത്ത് എത്ര പൊന്നിട്ടിട്ട് അവിടെ നിന്ന് തുന്നി കൊടുത്താലും തീരാൻ പോകൂല. അള്ളാഹുവിന്റെ നിഅമത്ത് അങ്ങനെ തന്നെ ബാക്കിയാകും. ഇടവിടാതെ ഇടകൾ അടുപ്പിച്ച് പൊന്നിന്റെ നൂല് കൊണ്ട് തുന്നപ്പെട്ട, അതിനു മുത്തും മാണിക്കവും എന്താക്കിയിട്ടുണ്ട്, തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കട്ടിലിന്റെ മേലെയാണ്. കാരണം
അള്ളാഹുവിന്റെ അടുക്കലുള്ളത് എന്നും ബാക്കിയാണ്. ഞങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താകും? തീർന്നു പോകും. അതല്ലേ വമാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ അടുക്കൽ ഏത് നിഅമത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ അടുക്കൽ എന്നും ബാക്കിയാണ്, അത് തീരുകയില്ല. അതാണ് അലാ സുറുരിൻ മൗദൂന, ഗ്യാപ്പുകൾ അടുപ്പിച്ച് വെച്ച നീളമായി അണിയണിയായി നിറച്ച കട്ടിലാണ് ഉള്ളത്. ആ കട്ടില് പൊന്ന് കൊണ്ട് തുന്നപ്പെട്ടതും അതേപോലെ രത്നങ്ങളെ കൊണ്ടും മുത്തുകളെ കൊണ്ടും നിറക്കപ്പെട്ടതാണ്. അല്ലാഹുവേ, ആ സ്വർഗത്തിൽ ഞങ്ങൾ നീ എത്തിപ്പിക്കണേ റഹ്മാനേ. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ. ആ പൊന്നിനാൽ ഉണ്ടാക്കപ്പെട്ട സ്വർഗത്തിന് മുഖാമുഖം നോക്കിക്കൊണ്ട്, മനസ്സിലാക്കണം, മുഖാമുഖം നോക്കിക്കൊണ്ട് ചാരിയിരിക്കുന്നതാണ് സാബിഖീങ്ങള്. നിങ്ങൾക്ക് ഈ മുഖാമുഖം ചെയ്യില്ലെങ്കിൽ അത് എന്ത് നമുക്ക് ചെറിയൊന്ന് ഇമാമിങ്ങൾ പറഞ്ഞു തരുന്നു. ഒന്നൊരിക്കലും റൗണ്ടായിട്ടിരിക്കുമ്പോൾ പരസ്പരം എല്ലാവരും മുഖം കാണും. അല്ലെങ്കിൽ ട്രെയിൻ യാത്ര പോകുമ്പോൾ സീറ്റ് നോക്കിയിട്ടില്ലേ, അപ്പുറം ഇപ്പുറം മുഖം. ഇത് രണ്ടുമല്ലാത്ത ഒന്നായിരിക്കും അവിടെ എത്തുമ്പോൾ ചിലപ്പോ. കാരണം ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ല. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മുത്തഖാബിലീന മുത്തഖീന അലൈഹാ മുത്തഖാബിലീൻ. പരസ്പരം മുഖം നോക്കിക്കൊണ്ടുള്ള ആ ചാനിട്ടുള്ള ഇരുത്തം. നിങ്ങൾക്കൊരു സമയം പിന്നെ നിങ്ങൾ 10 മിനിറ്റ് 20 മിനിറ്റ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ മുഖം നോക്കുമ്പോൾ നിങ്ങൾക്ക് വെച്ചു. ഇത് സ്വർഗത്തിലുള്ള ഒരു വലിയൊരു നിഅമത്തായിട്ട് അല്ലാഹു എന്തിനാണ് കണക്കാക്കിയത്? എല്ലാവരും മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്ര പോയവരാണെങ്കിൽ ഒരു 2 ഗಂಟ ഒരു 3 ഗಂಟ അപ്പുറം ഇപ്പുറം മുഖം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വെച്ചു അല്ലേ? ഒരു മുഖം നോക്കിയിട്ടാണ് ഇവിടെ ചൊല്ല് മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. പരസ്പരം മുഖം നോക്കിക്കൊണ്ട് അവർ എന്താക്കും? ചാനിയിരിക്കും. അത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു ഇതുണ്ടല്ലേ, ഹൃദയത്തിലുള്ള വെറുപ്പായിട്ടിത് മനുഷ്യൻ പരസ്പരം മുഖം നോക്കിയിട്ട് പളക്ക പറയാത്തത്. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ചതി ഉണ്ടല്ലേ, ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹൃദയത്തിലുള്ള വെറുപ്പുണ്ടല്ലേ, ആ വെറുപ്പായിട്ട് മനുഷ്യരെ പരസ്പരം മുഖം നോക്കിയിട്ട് പളക്ക പറയാത്ത പോലെ. ഇന്ന് ഒരു മനുഷ്യനിക്ക് മുഖം നോക്കിയിട്ട് പളക്ക പറയുകയുള്ള ഏറ്റവും വലിയ വെറുപ്പാണ്. കാരണം മുഖം നോക്കുന്നെങ്കിലേ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ വെറുപ്പോട് കൂടിയാണ്. അതേ സമയത്ത് നല്ല സ്നേഹത്തിലും പിരിസത്തിലും രണ്ടാള് മുഖാമുഖം നോക്കിയിരുന്നാൽ മണിക്കൂറോളം ഇരുന്നാൽ വച്ചു പോകൂല. അതിനൊരു ഉദാഹരണമാണ്. ഒരു കോളേജിന് 2 വിദ്യാർത്ഥികൾ, കാമുകനും ഒരു കാമുകിയും, ഒരു ക്യാമ്പസിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ പോയിട്ടിരുന്നിട്ട് അന്നത്തെ സ്കൂള് ലീവാക്കി ഒരു കാമുകനും ഒരു കാമുകിയും സ്വബൈന് പിടിച്ച് വൈകുന്നേരം വരെ ഇരുന്നാലും അവർക്ക് മുണ്ടിയിട്ട് തീരുന്നില്ല. അവർക്ക് സമയം പോയത് അറിയുന്നില്ല. കാരണം അവർ രണ്ടാളും പരസ്പരം അവർക്കുള്ള ഹൃദയം കൈമാറിയിട്ടാണ് സംസാരിക്കുന്നത്. പരസ്പരം അദ്ദേഹത്തിന്റെ ഹൃദയവും ഇപ്പുറത്തവന്റെ ഹൃദയം കൊടുത്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ടെൻഷൻ ഇല്ല. മണിക്കൂറുകൾ ഇങ്ങനെ താടി പോയത്, മണിക്കൂറോളം നടന്നു പോയത് അതവർക്ക് അറിയുന്നേ ഇല്ല. എന്ത്? അവർ ഹൃദയം എന്തായി? അവർ കൈമാറിയിട്ടാണ്. അതല്ലെങ്കിൽ ഒരു പുതിയാപ്പിളയും ഒരു പുതിനാറ്റിയും ഫസ്റ്റ് നൈറ്റ് എല്ലാവർക്കും പറയുമ്പോ അനുഭവത്തിൽ വരും. ഇന്ന് സ്വബൈ ആയത് അറിഞ്ഞേ ഇല്ല അല്ലേ? അന്ന് ബാങ്ക് കൊടുത്തത് അറിഞ്ഞേ ഇല്ല. എന്ത്? ആ പരസ്പരമുള്ള സ്നേഹബന്ധത്തോടു കൂടി അവരെന്തായി? മുഖാമുഖം കൈമാറി. ഇന്ന് ഞങ്ങളോ ആരും ആ സ്നേഹത്തോടെ കൂടി ഇന്നില്ല. പക്ഷെ ആ സ്നേഹത്തോടു കൂടി ആ പിരിസത്തോടു കൂടി കൈമാറുമ്പോൾ അതാ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് എത്ര സംസാരിച്ചാലും എത്ര ചെയ്താലും അതാ അവനിക്ക് ക്ഷീണമുണ്ടാകുന്നില്ല. മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ. സ്വർണ്ണനൂല് കൊണ്ട് തുന്നപ്പെട്ട
അണിയണിയായി വെക്കപ്പെട്ട കട്ടിലിന്റെ വിലയാണ് അവർ ഉള്ളത്. അതേപോലെ മറ്റൊരു സൂറത്തിൽ കാണാം മറ്റൊരു സൂറത്തിൽ കാണാം അലാ സുറുറിൻ മുതഖാബിരീൻ, പരസ്പരം മുഖാമുഖം കൈമാറിയിട്ടവർ കട്ടിലിന്റെ മേലിരിക്കും. ആ ആയത്ത് പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല പറയുന്നു വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. അതാണ് അവിടെയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഹിജ്ർ 47-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, സ്വർഗത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. ഞങ്ങളിതാ ആ മുഖാമുഖം സ്വർഗത്തെ അവർ സ്നേഹത്തോടെയും പെരുസത്തോടെയും ആ ഒരു സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. എന്തേ? അവർക്കുള്ള ഹൃദയത്തിൽ നിന്നിട്ട് ആ ഗില്ലിനെ, ആ വെറുപ്പിനെ ഞങ്ങൾ ഊരിയെടുത്തിട്ടുണ്ട്. സ്വർഗത്തിലെത്തിയാൽ വെറുപ്പില്ല, സ്വർഗത്തിലെത്തിയാൽ ആരോടും വെറുപ്പില്ല, ആരോടും ഒട്ടകിച്ചില്ല. എല്ലാവരും സ്നേഹത്തിലും പെരുസത്തിലും, എല്ലാവരും മഹബ്ബത്തിന്. അങ്ങനെ എത്രയോ ദിവസങ്ങള് മുഖാമുഖമായിട്ട് സംസാരിച്ചാലും അവർക്ക് കൊതി തീരൂല, ക്ഷീണം വരൂല. മനസ്സിലായില്ലേ? അവരെ ഹൃദയത്തിനിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ആ ചതിയെ, ആ വെറുപ്പിനെ ഊരിയെടുക്കുന്നു. ഇന്ന് ഒരു സലാം കറക്റ്റ്, ഒരു സലാം ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു. വേണ്ട പോട്ട് ഒരു കൈ കൊടുക്കുന്ന ഒരവസ്ഥ, ഒരു മുസാഫഹത്ത് ചെയ്യുന്ന ഒരവസ്ഥ നോക്കി. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരാള് രണ്ടാളും കൈ കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്യുമ്പോൾ അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ഇന്ന് കൈ കൊടുക്കുന്നെങ്കിൽ എന്നതാ 2 പേർ 3 പേർ ഒരു കറക്റ്റ് കൈ കൊടുക്കാനായതല്ല. എന്തേ? ആ വെറുപ്പുണ്ടല്ലേ, ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ഒട്ടകിച്ചുണ്ടല്ലേ, അതെന്താക്കും? എടുത്തു കളയും. കറക്റ്റ് എന്താക്കണോ? മുസാഫഹത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് ആ മുസാഫഹത്തിനെ കുറിച്ചിട്ട് നാളെ നമുക്ക് എന്താക്കാം? പഠിക്കാം. കാലി ഒരു ആയത്തിന്റെ അർത്ഥം വെച്ചുകൊണ്ട് പോകുന്നല്ല, ഈ ആയത്തിൽ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ കൂടി കടക്കുമ്പോഴാണ് ഈ ഖുർആൻ നമ്മളിലേക്ക് എന്താക്കി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 1/2 മണിക്കൂർ 10 മിനിറ്റ് നമുക്ക് മുഖാമുഖം നോക്കിയിട്ട് മുൻപ് ഞങ്ങൾ വെച്ചത്. അതേസമയം സ്വർഗത്തിൽ അല്ലാഹു തആല പറയുന്നു ഇത് അവരുണ്ടാക്കുന്നു മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, അവർ പരസ്പരം മുഖാമുഖം നോക്കി സംസാരിക്കുന്ന വലിയ അല്ലാഹു എണ്ണി പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നാളത്തെ ക്ലാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الله ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണം റഹ്മാനേ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനേ. ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത്, വലിയ നിഅമത്ത് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. ഞങ്ങളുടെ ബിസിനസ്സില്, ഞങ്ങളുടെ പണിയില്, ഞങ്ങളുടെ ഏർപ്പാടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പോറ്റി വളർത്താനുള്ള നിഅമത്ത് നിന്റെ ഫദ്ലാൽ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ തീർക്കണേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.